ഹായ് എവറി വൺ, വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിത്തെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് നമ്മളുടെ എൻവയോൺമെന്റൽ അനാലിസിസ്, ദെൻ സ്ട്രാറ്റജിക് ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്, ദെൻ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി, ദെൻ ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്നുള്ളതാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക് ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കറിയാം ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അതേപോലെ തന്നെ ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണെന്നറിയാം അല്ലേ. സോ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ നമ്മളുടെ സ്ട്രാറ്റജിക് ആൻഡ് കോമ്പറ്റേറ്റീവ് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ഷൻ നമ്മൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോണത്. സോ ഈ സ്ട്രാറ്റജിക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഓർഗനൈസേഷനിൽ വന്നിട്ട് ഒരു സ്ട്രാറ്റജീസിലൂടെ നമ്മളുടെ എങ്ങനെയാണ് നമ്മളുടെ കോമ്പറ്റീഷൻ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ആ കോമ്പറ്റീഷന്റെ ബേസിസിൽ നമ്മളുടെ ഓർഗനൈസേഷനിത്തെ ഗ്രോത്ത് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിക് ആൻഡ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഫേം എ ആൻഡ് ഫേം ബി, രണ്ട് ഫേം ഉണ്ട്. ഒരു ഫേമിൽ വന്നിട്ട് 2020 പ്രോഫിറ്റ് വന്നിട്ട് 1 lakh ആണ്. ഫേം ബിയിൽ വന്നിട്ട് 2020 പ്രോഫിറ്റ് വന്നിട്ട് 2 lakh ആണ്. സോ രണ്ട് ഫേമിനും രണ്ട് രീതിയിലുള്ള പ്രോഫിറ്റ് ആണ് വരുന്നത്. സോ ഈ രണ്ട് ഫേമാണ് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുന്നത്. അങ്ങനെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് വരുമ്പോൾ ഒരു ഫേമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നൊരു ഫേമിന് വന്നിട്ട് പ്രോഫിറ്റ് കൂടുതലാണ് അല്ലെ. ദെൻ ഈ കോമ്പറ്റീഷൻസ് വന്നിട്ട് ഇവർ തമ്മിൽ നടക്കും, ആർക്കാണ് പ്രോഫിറ്റ് വന്നിട്ട് ഇനി നെക്സ്റ്റ് ഇയറിൽ കൂടാൻ പോണേ എന്നുള്ളത്. സോ അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഫേം എ വന്നിട്ട് ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് നമ്മുടെ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി. ദെൻ ഈ കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജിയിലൂടെ നമ്മുടെ ഫേം എക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. സോ അതാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് കോമ്പറ്റേറ്റീവ് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി പറയുന്ന ഫീച്ചേഴ്സ് ആണ്. നമ്മുടെ കോമ്പറ്റീഷൻ ആൻഡ് സ്ട്രാറ്റജീസ് അതിന്റെ രണ്ടിന്റെയും ബേസിസിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് ഇത് വന്നിട്ട് നമ്മൾ എക്സ്റ്റേണലി നമ്മൾ നോക്കുന്നതാണ്. അതായത് നമ്മുടെ ഫേമിന്റെ ഉള്ളിലുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലല്ലോ. നമ്മുടെ ഫേം എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ആണ്. ദെൻ നമ്മൾ മറ്റൊരു ഓർഗനൈസേഷനുമായിട്ടാണ് കോമ്പറ്റീഷൻ നടത്തുന്നത്. സോ ഇത് എക്സ്റ്റേണലി വരുന്ന ഓർഗനൈസേഷന്റെ ഫോക്കസ്ഡ് ആണ്. അതേപോലെ തന്നെ ഡസ് നോട്ട് കം ഓട്ടോമാറ്റിക്കലി. അതേപോലെ തന്നെ ഈ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഹാസ് ടു ബി ഡെവലപ്ഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ഓർഗനൈസേഷണൽ കോമ്പറ്റൻസ് സെക്ടർ. അതായത് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഇന്നൊരു ഓർഗനൈസേഷൻ കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് അതിലൂടെ വരുന്ന ഒരു ഇംപ്രൂവ്മെന്റ് ആണ് ഈ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ആണ്. ഈ നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസിൽ വരുന്ന ഡിറ്റർമിനൻസ് എന്തൊക്കെയാ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, ഇപ്പൊ നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു ഫേം വന്നിട്ട് മറ്റൊരു നേഷനുമായിട്ടുള്ള ഒരു ഫേമുമായിട്ടുള്ള നടത്തുന്ന ഒരു കോമ്പറ്റീഷനെയാണ് നമ്മളുടെ നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് വരുന്ന ഡിറ്റർമിനൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ഫാക്ടർ കണ്ടീഷൻസ് ആണ്. ഫാക്ടർ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നിട്ട് ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഫാക്ടേഴ്സ് ആണ് അതിൽ വരുന്നത്. ലൈക്ക് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ്, ഫിസിക്കൽ റിസോഴ്സസ്, ക്യാപിറ്റൽ റിസോഴ്സസ്, ദെൻ ഇൻഫ്രാസ്ട്രക്ചർ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് എന്നുള്ള കുറെ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നതാണ് നമ്മുടെ ഫാക്ടർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിമാൻഡ് കണ്ടീഷൻ ആണ്. ഈ ഡിമാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ടു മാർക്കറ്റ് ഡിഫറെന്റ് ആണ്. ഒരു മാർക്കറ്റിൽ നിന്ന് ഇന്നൊരു മാർക്കറ്റിൽ നമ്മൾ ഡിമാൻഡ് വരുമ്പോൾ എന്തൊക്കെ ഇന്നോവേഷൻസ് ആണ് ആ ഡിമാൻഡ് വരാനായിട്ടുള്ള റീസൺസ് എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും ഈ ഡിമാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ഈ ഡിമാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സൈസ് ആൻഡ് പാറ്റേൺ ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദ ഹോം ഡിമാൻഡ്. അതേപോലെ തന്നെ അതായത് നമ്മളുടെ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുതൽ എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ഡിമാൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ഹോം ഡിമാൻഡിന്റെ കോമ്പോസിഷൻ, അതേപോലെ തന്നെ the means by which a nation's home demand pull the nation's product and services into foreign market. സോ എന്തോ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്തത് കൊണ്ട് വന്നു. സോ അത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ഓർഗനൈസേഷനായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫേം തമ്മിൽ നമ്മൾ എന്തൊക്കെയാ അഡ്വാൻറ്റേജസ് വരിക, അതേപോലെ തന്നെ എന്തൊക്കെയാ ഡിസഡ്വാൻറ്റേജസ് വരിക എന്നുള്ള സ്ട്രാറ്റജി കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് നമ്മൾ ഈ ഫേം സ്ട്രാറ്റജിയിൽ പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ മാത്രം നടത്തുന്ന കോമ്പറ്റീഷൻസ് അല്ല ഇത് പറയുന്നത്. ഇത് വന്നിട്ട് നാഷണൽ കോമ്പറ്റീറ്റീവ്സിന്റെ ബേസിസിലാണ് പറയുന്നത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വരുന്നത് സപ്പോർട്ട് ഇൻഡസ്ട്രീസ് ആണ്. സപ്പോർട്ട് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളുടെ ഓർഗനൈസേഷനിൽ വന്നിട്ട് ഇപ്പോ നമ്മളുടെ ഈ കുറെ സ്കൂൾസിലും അതേപോലെ തന്നെ നമ്മളുടെ കോളേജസിലും വന്നിട്ട് കുറെ IT ഫീൽഡ് കമ്പനീസ് ആകുമ്പോൾ അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോഷൻസിന് വേണ്ടി കയറി വരുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മളുടെ എഡ്യൂക്കേഷൻ ഫീൽഡിലൂടെ വരുന്ന കമ്പനിയുടെ ഗ്രോത്ത്, അതേപോലെ തന്നെ ഇപ്പൊ IT ഫീൽഡ് അതായത് IT കോഴ്സസിലൂടെ വരുന്ന നമ്മളുടെ ഗ്രോത്ത് എന്നുള്ളതൊക്കെയാണ് ഈ സപ്പോർട്ട് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്ഷന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി. ഓക്കെ, അതാണ് നമ്മുടെ സപ്പോർട്ട് ഇൻഡസ്ട്രി. ദെൻ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ വേരിയസ് ഗവൺമെന്റ് പോളിസീസ് വന്നിട്ട് നമ്മളുടെ ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യും. അതായത് ഒരു ഫേമിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റ് സ്ട്രാറ്റജീസ് വന്നിട്ട് ഇന്നൊരു ഫേമിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതേപോലെ തന്നെ ഒരു ഫേമിൽ ലോങ് ടേം പ്രോഫിറ്റ് അവർ നോക്കുകയാണ് എന്നാണെങ്കിൽ ചില ഫേംസിന് ഷോർട്ട് ടേം പ്രോഫിറ്റ് അവർക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ലോങ് ടേം പ്രോഫിറ്റിലോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകത്തില്ല. അതൊക്കെയാണ് നമ്മളുടെ ഗവൺമെന്റ് സ്ട്രാറ്റജീസിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ദെൻ ഈ ഗവൺമെന്റ് സ്ട്രാറ്റജീസിൽ തന്നെ നമ്മൾക്ക് 4 മെട്രിക്സ് പറയുന്നുണ്ട്. ഒന്ന് വോള്യൂം, ഒന്ന് സ്പെഷ്യലൈസ്ഡ്, ദെൻ സ്റ്റേൽമേറ്റഡ്, ദെൻ ഫ്രഗ്മേറ്റഡ് എന്നുള്ള 4 എണ്ണമാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. സോ ഈ വോള്യൂം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ സൈസ് ഓഫ് മാർക്കറ്റ് ഷെയർസും ഇത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ വോള്യൂം എന്ന് പറയുന്നത്. ഇതിന്റെ ബേസിസിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് വന്നിട്ട് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുക, ഈ കോസ്റ്റ് കുറച്ചിട്ടും അതേപോലെ തന്നെ പുതിയ പുതിയ പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തിയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ വോള്യൂം എന്ന് പറയുന്നത്. ദെൻ സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള തിങ്സ്. ഇപ്പൊ നമ്മളുടെ BCom നമ്മൾ പഠിക്കുകയാണെങ്കിൽ BComൽ നമുക്ക് ലാസ്റ്റ് സെം വരുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് വരും. ലൈക്ക് നമ്മുടെ ഫിനാൻസ്, കോർപ്പറേഷൻ, ദെൻ അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നവർക്ക് എന്താണ് വേറെ മറ്റുള്ള സ്പെഷ്യലൈസ്ഡ് കോഴ്സാണ്. എസ്റ്റിമേറ്റഡ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇസ് നോട്ട് പോസിബിൾ അറ്റ് ദ സെയിം ടൈം ദ കോസ്റ്റ് സ്ട്രക്ചർ ഓഫ് ദ ഇൻഡസ്ട്രി ഇസ് റിജിഡ്. അതായത് നമ്മളുടെ ഫേമിത്തെ കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കുറച്ച് റിജിഡ് ആണ്. അതേപോലെ തന്നെ നമ്മൾക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസസ് ഇല്ല. അതേപോലെ തന്നെ നമ്മൾ പൈസ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരുന്ന എന്നുള്ള സാഹചര്യങ്ങളിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സ്റ്റെയിൽമേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ നടത്തിയിട്ട് നമുക്ക് ഉപകാരം ഇല്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദെൻ ഫ്രഗ്മേറ്റഡ് എന്ന് പറയുമ്പോൾ മെനി ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് നമ്മളുടെ ഓർഗനൈസേഷനിലോട്ട് വരും. അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, മേ ബി കിട്ടാതെയും പോവാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഫ്രഗ്മേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വന്നിട്ട് ഒരു ടാലി എന്നുള്ള കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആർക്കൊക്കെയാണ് താല്പര്യമുള്ളത് അവരൊക്കെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ 3 months എന്ന് പറയുന്നത് 5,000 ആണ് നമുക്ക് കോഴ്സിന്റെ പാക്കേജ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യൂല അല്ലെ. സോ അവർ വന്നിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പർച്യൂണിറ്റി ആണ്. ദെൻ ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാലേ നമ്മൾക്ക് കിട്ടത്തുള്ളൂ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ വേണ്ട എന്നാണെങ്കിൽ നമ്മൾക്ക് കിട്ടത്തില്ല. അതേപോലെ തന്നെ അവർ വന്ന് പറയുകയാണെങ്കിൽ അവർ ആദ്യം അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് ജോയിൻ ചെയ്താലേ അവർക്ക് പൈസ നമ്മൾ കൊടുക്കത്തുള്ളൂ, അവർക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഫ്രഗ്മേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഡിറ്റർമിനൻസിൽ വരുന്നത്. ദെൻ നമ്മൾക്ക് നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് അപ്രോച്ചസ് ഫോർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ജനറിക് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി, സ്ട്രാറ്റജിക് ഇന്റന്റ്, ബെഞ്ച് മാർക്കിംഗ്, സിനർജറ്റിക് അപ്രോച്ച്, ക്രിട്ടിക്കൽ സക്സസ് അപ്രോച്ച് എന്നുള്ള 5 അപ്രോച്ചാണ് വരുന്നത്. ഇതിൽ ജനറിക് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് കുറെ പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലായിട്ട് വരുന്നത്. ഒരു പ്രിൻസിപ്പിൾസിനെ നമ്മൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്നതാണ് ഈ ജനറിക് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ കുറെ കോർ അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ട്. കുറെ കോർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് 2 ബേസിസിലാണ് നമ്മൾക്ക് വരുന്നത്, 2 ഡയമെൻഷനിലോട്ടാണ് നമ്മൾക്ക് വരുന്നത്. ഒന്ന് വന്നിട്ട് കോമ്പറ്റേറ്റീവ് ബേസിലും ഇന്നൊന്ന് വന്നിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് സ്കോപ്പിലും എന്നുള്ളത് 2ന്റെ ബേസിസിലാണ് നമ്മുടെ ജനറിക് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി നമ്മൾക്ക് ഉള്ളത്. സോ ഇതിന്റെ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് 4 തരമായിട്ടാണ് വരുന്നത്. ഒന്ന് വന്നിട്ട് നമ്മളുടെ ഓവറോൾ കോസ്റ്റ് ലീഡർഷിപ്പിലൂടെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഈ ഓവറോൾ കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫാക്ട്സിന്റെ ബേസിസിലായിരിക്കും. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നിട്ട് ഇപ്പൊ ഒരു ഓഡിറ്റ് നടക്കുകയാണെങ്കിൽ
ഓഡിറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ അതെന്ന് പറയുന്നത് ഫാക്ട്സിന് മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെ, നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യണത് അതിന്റെ ബേസിസ് ആയിരിക്കും. അല്ലാതെ എവിടെയെങ്കിലും ഉള്ളതിനൊക്കെ നമ്മൾ എടുത്തുകൊണ്ടെന്ന് അതിൽ ഇടാൻ പറ്റത്തില്ല. സോ ഇതെന്ന് പറയുന്നത് ഫാക്ട്സിന്റെ ബേസിസിൽ മാത്രം നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഓവറോൾ കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ബേസിസ് എന്ന് പറയുന്നത് അതിന്റെ ഫാക്ടിന്റെ ബേസിസിൽ മാത്രമായിരിക്കും. എത്രയാണോ നമ്മൾ കൊടുത്തത്, എത്രയാണോ നമ്മൾ എഴുതിയിട്ടുള്ളത് അതിന്റെ ബേസിസിലായിരിക്കും ഈ ഓവറോൾ കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ ടെക്നോളജി എന്താണ്, അതേപോലെ തന്നെ നമ്മളുടെ എഫിഷ്യന്റ് സ്കെയിൽസ് ഫെസിലിറ്റീസ് ഒക്കെ എന്താണ് എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിഫറൻസിയേഷൻ ആണ്. ഡിഫറൻസിയേഷൻസ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ എ വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ബി അതേ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. പക്ഷെ ആ രണ്ട് ഫേമിനും സെയിം പ്രൊഡക്റ്റിൽ എന്താണ് ഡിഫറൻസ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ലൈക്ക് എന്തെങ്കിലും ഓഫേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈസ് ഡിഫറൻസോ ഫേംസും തമ്മിലുള്ള സെയിം പ്രോഡക്റ്റിൽ വരുന്ന ആ ഡിഫറൻസിയേഷനെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, സോ അതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ലൈക്ക് ഡിസൈൻ, സ്റ്റൈൽസ്, പെർഫോമൻസ്, ക്വാളിറ്റി, അതേപോലെ തന്നെ ഡ്യൂറബിലിറ്റി, റിലയബിലിറ്റി എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ അവർ തരുന്ന സർവീസസിൽ വരുന്നത്. ചിലർ വന്നിട്ട് നമുക്ക് എന്താ ചെയ്യുക, ഫ്രീ ഡെലിവറി തരും. കുറച്ച് ഓർഗനൈസേഷൻസ് എങ്ങനെയായിരിക്കും, നമ്മളുടെ ആ ഡെലിവറി ചാർജ് എടുക്കും എന്നുള്ളത്. അതേപോലെ തന്നെ ഏത് ചാനലിലൂടെയാണ് ആ പീപ്പിൾസ്, അതായത് നമ്മളുടെ ഓർഗനൈസേഷൻ വന്നിട്ട് പീപ്പിൾസിനെ എത്തിച്ചേരുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ലൈക്ക് നമ്മളുടെ പാക്കേജിംഗിൽ വരുന്ന ഡിഫറൻസ്, ലൈക്ക് അതിന്റെ സിമ്പിൾസോ ഇമേജസോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡിഫറൻസിയേഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ഫോക്കസ് ആണ്. കോസ്റ്റ് ഫോക്കസ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നേരോ മാർക്കറ്റ് സെഗ്മെന്റിനെയാണ് ഫോക്കസ് ചെയ്യണത്. അതേപോലെ തന്നെ ആ സെഗ്മെന്റിലോട്ട് വന്നിട്ട് കുറഞ്ഞ പ്രൈസസിൽ വന്നിട്ട് പ്രൊഡക്ഷൻസ് നടത്തി നോക്കുക, അതായത് പ്രൊഡക്റ്റ് കൊടുത്തു നോക്കുക. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ആ സെഗ്മെന്റിൽ ഒരു പീപ്പിൾസിന്റെ ഒരു ബിഹേവിയർ എന്നുള്ളത് നോക്കിയിട്ട് ദെൻ നമ്മൾ ചെയ്യുന്നതാണ് നമ്മളുടെ കോസ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ ആണ്. ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ഈ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മളുടെ അച്ചീവ് അഡ്വാൻറ്റേജസ് ഇൻ ദ നാരോ സെഗ്മെന്റ് ഓഫ് മാർക്കറ്റ് ഓർ കസ്റ്റമർ. ദി സ്ട്രാറ്റജി ജനറേറ്റ് അഡ്വാൻറ്റേജസ് ബേസ്ഡ് ഓൺ ദ എബിലിറ്റി ടു ക്രിയേറ്റ് മോർ കസ്റ്റമർ. അതായത് ഒരു കസ്റ്റമർ വാല്യൂ വന്നിട്ട് ആ നാരോ സെഗ്മെന്റിൽ തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ വന്നിട്ട് ഒരു പ്രൊഡക്ഷൻ നടത്തി, എന്നിട്ട് ആ പ്രൊഡക്റ്റ് നമ്മൾ സെയിലൊക്കെ ചെയ്തു, അത് വന്നിട്ട് പേഴ്സൺസ് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ വന്നിട്ട് ഒരു 10% ഓഫർ ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് വാങ്ങിച്ചത് എന്ത് പറയും, ഈ പ്രൊഡക്റ്റിന് വന്നിട്ട് 10% ഓഫർ ഉണ്ട്. അല്ലെങ്കിൽ ആ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഈ സാധനം മേടിക്കുകയാണെങ്കിൽ അതിന് 20% ഓഫർ ഉണ്ട് എന്ന് നമ്മൾ പറയും. എന്ന് പറയുന്നതിലൂടെ മറ്റുള്ളവർ കൂടി അറിയും, എന്നിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് അങ്ങനെ സെയിലായി പോകും. അതിനെയാണ് നമ്മളുടെ ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. എത്രത്തോളം ആ പേഴ്സൺസിനെ നമ്മൾ കവർ ചെയ്ത് അതിലൂടെ നമ്മളുടെ ചെറിയ സെഗ്മെന്റിലൂടെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് വന്നിട്ട് ഡെവലപ്മെന്റ് ആവുന്നത് എന്നുള്ളതാണ് ഈ ഫോക്കസ്ഡ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന നമ്മളുടെ രണ്ടാമത്തെ അപ്രോച്ച് ആണ് സ്ട്രാറ്റജിക് ഇന്റന്റ്. എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് കിട്ടുന്നത്, അതേപോലെ തന്നെ ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ടോ എന്നുള്ളതിനെയൊക്കെ നോക്കുന്നതാണ് ഈ ഇന്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അപ്രോച്ചസിലൂടെ നമുക്ക് ബേസ്ഡ് ഓൺ ദിസ് ടൂൾ ഫോർ ജനറേറ്റിംഗ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്, അതൊക്കെ എന്തൊക്കെ ടൂൾസ് ആണ് യൂസ് ചെയ്ത് നമ്മൾക്ക് ഈ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് നമുക്ക് വിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിലെന്ന് പറയുമ്പോൾ നമ്മളുടെ കുറെ അഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ നമ്മുടെ ചേഞ്ചിങ് ആയിട്ട് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ നമ്മൾക്ക് വരുന്നത് ഈ ബെഞ്ച് മാർക്കിംഗ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് വേ ആണ്. ഓക്കെ, ഈ സിസ്റ്റമാറ്റിക് വേയിലൂടെ നമുക്ക് പ്രൊഡക്റ്റ്, സർവീസസ്, പ്രോസസ്സ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോണത് എന്നുള്ളതിനെ കുറിച്ച് അറിയാനും, അതേപോലെ തന്നെ ഓർഗനൈസേഷനിലൂടെ നമ്മുടെ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന വരുന്ന കോസ്റ്റ് കുറയ്ക്കാനും, അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഇംപ്രൂവ്മെന്റ്സിനും എഫിഷ്യൻസിക്കും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അഡോപ്റ്റിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്രാക്ടീസസ് ഫ്രം വിത്തിൻ ദ സെയിം ഓർഗനൈസേഷൻ ഓർ ഫ്രം അതർ ബിസിനസ് ടു ഹെൽപ്പ് ആൻഡ് ഇംപ്രൂവ് പെർഫോമൻസ് എന്നുള്ളതാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് കൂടിയാണ് ഈ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന അപ്രോച്ചസ് ആണ് സിനർജറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഈ സിനർജറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് സിസ്റ്റം അപ്രോച്ചിൽ നിന്ന് നമ്മൾ എടുത്ത ഒരു കാര്യമാണ് ഈ സിനർജറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്.
സിസ്റ്റം അപ്രോച്ചിൽ വരുന്ന കുറെ എലമെന്റ്സ് വന്നിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ സിനർജറ്റിക് അപ്രോച്ച് വന്നിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് വന്നിട്ട് പോസിറ്റീവ്ലി നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടേ, എങ്ങനെയാണ് കൊണ്ടുപോകണേ എന്നുള്ളതാണ് ഈ സിനർജറ്റിക് അപ്രോച്ചിൽ വരുന്നത്. സോ ഈ സിനർജറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് 2 or more elements together to achieve a sum total of greater than the sum total of individual elements separately. അതായത് പോയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് അറിയുന്നതാണ് നമ്മളുടെ സിനർജറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ വന്നിട്ട് ഒരു പേഴ്സന്റെ കയ്യിൽ നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വർക്ക് കൊടുത്തു, അതേപോലെ തന്നെ ഒരു 5 ആളുള്ള ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു വർക്ക് കൊടുത്തു. 1 മണിക്കൂറിന് മുന്നിൽ നമ്മളത് ഫിനിഷ് ചെയ്ത് തരണം എന്ന് പറയണു. അപ്പൊ ആ പേഴ്സൺസ് വന്നിട്ട് ആ ഇൻഡിവിജ്വൽ വന്നിട്ട് 1 മണിക്കൂറിനുള്ളിൽ ഫിനിഷ് ചെയ്ത് തന്നു. പക്ഷെ അതേ വർക്ക് നമ്മൾ ആ 5 പേരുള്ള ഗ്രൂപ്പിലും കൊടുത്തതിന് ശേഷം ആ 5 പേരും അങ്ങനെ അവർ ഹാഫ് ആൻ അവറിൽ വന്നിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ് എന്ന് വെക്കുകയാണെങ്കിൽ സോ നമ്മൾ എന്താ ചെയ്യുക, ഇൻഡിവിജ്വലിനെക്കാട്ടിലും ഗ്രൂപ്പിലായിരിക്കും കൂടുതലായിട്ട് നമ്മൾക്ക് പെട്ടെന്ന് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണ് എന്ന് നമ്മൾ അത് അറിഞ്ഞ് അതിലൂടെ നമ്മൾ സോ ഇതെന്ന് പറയുന്നത് ദ എഫക്ട് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് 2 + 2 = 5 എന്നുള്ള എഫക്ട് ആണ് നമ്മുടെ സിനർജറ്റിക് അപ്രോച്ചിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന അപ്രോച്ച് ആണ് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഈ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മളെ സ്ട്രാറ്റജിക് ഫാക്ടർ ഓർ കീ ഫാക്ടർ എന്ന് കൂടി നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം കീ ഫാക്ടർ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത് നമ്മൾ എന്താന്നുള്ളത് ഇതിന്റെ മുന്നിലൊക്കെ പഠിച്ചതാണ്, അല്ലെ ഇതിന് മുന്നിലത്തെ സെമ്മിലും അതേപോലെ തന്നെ നമ്മൾ പഠിച്ചതാണ്. ഈ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഈ കീ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ കീ ഫാക്ടേഴ്സ് എന്നുള്ളതാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഫേം ഡിഫറെന്റ് ആണ്. ഒരു ഫേമിൽ യൂസ് ചെയ്യുന്ന കീ ഫാക്ടേഴ്സ് അല്ല മറ്റുള്ള ഇന്നൊരു ഫേമിൽ യൂസ് ചെയ്യണത്, അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതാണ് നമ്മുടെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു ഫേമിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല മറ്റുള്ള ഫേമിൽ വന്നിട്ട് പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ക്രിട്ടിക്കൽ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ അപ്രോച്ചസിൽ വരുന്നത്. ഇത്രയാണ് നമ്മളുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.